ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഇന്ന് നടക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ജലമേള ഉദ്ഘാടനം ചെയ്യും. ജലോത്സവത്തിന്റെ ഭാഗമായി കളക്ടർ പ്രേംകൃഷ്ണൻ സത്രക്കടവിൽ പതാക ഉയർത്തി. പള്ളിയോടങ്ങളുടെ സഞ്ചാരം സുഗമമാക്കാൻ പമ്പാ നദിയിലെ മൺപുറ്റുകൾ പൂർണ്ണമായും നീക്കം ചെയ്തുവെന്ന് കളക്ടർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് റിപ്പോർട്ടറിന്റെ ലഭിച്ച പ്രതികരണത്തിലേക്ക് വരാം. അതിനു മുമ്പ് 52 കരകളിലെ പള്ളിയോടങ്ങളാണ് വള്ളംകളിയിൽ പങ്കെടുക്കുക. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ചടങ്ങുകൾക്ക് തുടക്കമായോ? അരുൺ, ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന്റെ ആദ്യ ചടങ്ങ് കഴിഞ്ഞു. പതാക ഉയർത്തൽ ചടങ്ങാണ് ഇതിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടന്നത്. അല്പസമയം മുമ്പ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പതാക ഉയർത്തിയോടുകൂടി ഈ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. അല്പസമയത്തിനകം ഇതിൻ്റെ പൊതുസമ്മേളനം ആരംഭിക്കും. പൊതുസമ്മേളനത്തിൽ ഈ ജലോത്സവത്തിൻ്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനായിരിക്കും നിർവഹിക്കുക. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും, പമ്പാ നദിയിൽ ഇപ്പോൾ പള്ളിയോടങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. ഇക്കുറി എല്ലാ കരകളിൽ നിന്നുമുള്ള പള്ളിയോടങ്ങൾ എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഇപ്പോൾ പമ്പയുടെ ഓളപ്പരപ്പിലൂടെ പള്ളിയോടങ്ങൾ ഇങ്ങനെ തുഴഞ്ഞ് നീങ്ങുകയാണ്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ജലഘോഷയാത്രയാണ്. ആറന്മുള യുടെ ആചാരവും ഒപ്പം തന്നെ സാംസ്കാരിക പൈതൃകവും ഒക്കെ എടുത്തു കാട്ടിയുള്ള ജലഘോഷയാത്രയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നാം ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയെ പറ്റി പറയുമ്പോൾ അത് മത്സര വള്ളംകളി എന്ന നിലയിൽ ലോകശ്രദ്ധ ആകർഷിക്കുമ്പോൾ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ആചാരപ്പെരുമയുടെ പേരിലാണ് ലോകപ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മത്സര വള്ളംകളിയും ആറന്മുളയിൽ ഇന്നുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും A, B ബാച്ചുകളിലായി ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ മത്സര വള്ളംകളി നടക്കുക. 52 പള്ളിയോടങ്ങളും പങ്കെടുക്കും. 2 ബാച്ചുകളിലായി വാശിയേറിയ പോരാട്ടമായിരിക്കും ഇക്കുറി നടക്കുക. ഏതാനും നാളുകൾക്ക് മുമ്പ് തന്നെ ഈ മത്സര വള്ളംകളിക്കുള്ള പരിശീലനമൊക്കെ എല്ലാ കരക്കാരും ആരംഭിച്ചിരുന്നു. ചില കരകളൊക്കെ പുത്തൻ പള്ളിയോടവുമായാണ് ഇക്കുറി ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലേക്ക് എത്തുന്നത്. ഇക്കുറി കപ്പടിക്കുമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി ഈ ജലമേളയിൽ പങ്കെടുക്കാൻ എല്ലാ കരകളിൽ നിന്നുമുള്ള പള്ളിയോടങ്ങൾ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ പമ്പാ നദിയിൽ ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട്. ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കഴിഞ്ഞ വർഷം പമ്പാ നദിയിൽ ജലനിരപ്പ് കുറവായത് ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. പിന്നീട് മഴ പെയ്യുകയും ഒപ്പം തന്നെ കക്കാട്ടാറിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്തു. മണിയാർ ബാരേജിലെ ഷട്ടറുകൾ തുറന്നുവിട്ട് ജലനിരപ്പ് ക്രമീകരിച്ചിരുന്നു. ഇക്കുറിയും സമാനമായിട്ടുള്ള രീതിയിൽ മണിയാർ ബാരേജിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പമ്പാ നദിയിലെ ജലനിരപ്പ് 50 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ ഉയരും എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അത് ഈ പള്ളിയോടങ്ങളുടെ സുഗമമായിട്ടുള്ള ജലോത്സവ നടത്തിപ്പിന് വേണ്ടിയാണ്. കാരണം നദിയിൽ ജലനിരപ്പ് കുറവാണെങ്കിൽ ഈ പള്ളിയോടങ്ങളുടെ അടിവശം ഈ മണൽപ്പുറ്റുകളിലൊക്കെ ഇടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മണിയാർ ബാരേജിൻ്റെ ഷട്ടറുകൾ തുറന്ന് പമ്പാ നദിയിലെ ജലനിരപ്പ് അല്പം ഉയർത്തുന്നത്. അതോടുകൂടി സുഗമമായി തന്നെ ഈ ജലോത്സവം നടക്കും. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, ഈ പള്ളിയോടങ്ങളൊക്കെ അലങ്കരിക്കുന്ന തിരക്കിലാണ് കരക്കാർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആചാരങ്ങൾക്കാണ് ഈ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. അതിൻ്റെ ചമയങ്ങൾ, ഒപ്പം തന്നെ കൊടിതോരണങ്ങൾ എല്ലാം, ഒപ്പം ഏവരും ഒരുമിച്ചുള്ള വഞ്ചിപ്പാട്ട്, ഒപ്പം തന്നെ തുഴച്ചിൽ, ഈ കാര്യങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നയനമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അല്പസമയത്തിനകം തന്നെ പമ്പാ നദിയിൽ നമുക്ക് കാണാൻ കഴിയും. ആറന്മുള എല്ലാം ഉണർന്നു കഴിഞ്ഞു. പമ്പാ നദിയുടെ ഇരുകരകളിലും അല്പസമയത്തിനകം നൂറുകണക്കിന് ആളുകൾ ഈ ഉത്രട്ടാതി ജലമേള കാണുന്നതിനായി എത്തിച്ചേരും. A, B ബാച്ചുകളിലായി എല്ലാ പള്ളിയോടങ്ങളും റെഡിയാണ്. ആദ്യം ജലഘോഷയാത്രയാണ് നടക്കുക. അത് സത്രക്കടവിൽ നിന്നും മുകൾ വശത്തേക്കായിരിക്കും പോവുക. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കായിരിക്കും ഘോഷയാത്ര പോവുക. മത്സര വള്ളംകളി സത്രക്കടവിലാണ് അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് ഉള്ളത്. ഇക്കുറി ഫിനിഷിംഗ് പോയിന്റ് ശാസ്ത്രീയ സംവിധാനങ്ങളോട് കൂടിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കൃത്യമായും സമയം നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. എത്ര മിനിറ്റുകൾ കൊണ്ട് ഒരു വള്ളം ഫിനിഷ് ചെയ്യുമെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും ശാസ്ത്രീയമായിട്ടുള്ള രീതികളാണ് ഈ ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത്. അത് നെഹ്റു ട്രോഫിക്ക് സമാനമായിട്ടുള്ള രീതിയിലുള്ള സംവിധാനങ്ങളോടെയാണ് ഇക്കുറി മത്സര വള്ളംകളി ആറന്മുളയിൽ നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സംഘാടകരും നേരത്തെ അറിയിച്ചത് ഒരു പിഴവുമില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കും. പ്രധാനപ്പെട്ട കാര്യം, പമ്പയിൽ ഇന്നലെ നീരൊഴുക്ക് കുറവായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടാണ് നീരൊഴുക്ക് കൂടുതൽ സാധ്യമാക്കിയിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം, ഒരുപാട് പേര് ആറന്മുളയിലെ ഈ ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കുചേരാനും അത് കാണാനുമായിട്ട് അവിടെ എത്തുന്നുണ്ട്. ആവേശത്തെക്കാൾ ആചാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ഈ ഉത്രട്ടാതി വള്ളംകളി. ആ ഉത്രട്ടാതി വള്ളംകളിയുടെ തത്സമയ ദൃശ്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമ്മൾ പ്രേക്ഷകരുമായി
പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കും. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആചാരപ്രകാരം ആറന്മുള വള്ളംകളിയുടെ ഘോഷയാത്ര തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. കലാപരിപാടികളുണ്ട്, കലാരൂപങ്ങളുണ്ട്. ആചാരപ്പെരുമയാണ് ആറന്മുള വള്ളംകളിയെ മറ്റു വള്ളംകളികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അല്പസമയം മുമ്പ് സത്രക്കടവിൽ നിന്നുള്ള പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വലിയ ആഘോഷപ്പെരുമയോടുകൂടി ആചാരപ്പെരുമയോടുകൂടി ആചരിക്കുന്ന ഉത്രട്ടാതി വള്ളംകളിക്ക് അല്പസമയത്തിനുള്ളിൽ ആറന്മുളയിൽ തുടക്കമാവും. സത്രക്കടവിൽ നിന്ന് മുകൾ ഭാഗത്തേക്കായിരിക്കും ആദ്യം ജലഘോഷയാത്ര നടക്കുക. പ്രവീൺ പുരുഷോത്തമനുണ്ട് തത്സമയം വിവരങ്ങൾ നൽകാൻ.